നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു യേശു യേശുവാരിലും വലിയവൻ യേശു യേശു യേശുവാരിലും മതിയായവൻ യേശുവാരിലും മതിയായവൻ യേശു യേശു യേശുവാരിലും വലിയവൻ യേശു യേശു യേശുവാരിലും മതിയായവൻ യേശുവാരിലും മതിയായവൻ യേശുവേ പ്രാണനാഥ യേശുവേ ജീവനാഥ യേശുവേ എന്നാത്മനാഥനേ യേശുവേ എന്നും മാറാത്തോനേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നിനക്ക് നന്ദി. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു അപ്പച്ച. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനായിട്ട് നന്ദി കർത്താവെ. അങ്ങയുടെ അത്യന്ത ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ഇന്ന് രാത്രിയിലും അങ്ങയുടെ മധുരശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം കർത്താവെ. നിൻ്റെ കുഞ്ഞുങ്ങൾ കൊള്ള കിട്ടിയതുപോലെ ചിലത് പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കണം. അവിടെ ആത്മീകമായിരിക്കുന്ന ഉണർവ് സംഭവിക്കണം. ഒരു പുതിയ നിലവാരത്തിലേക്ക് ഒരു കുതിച്ചു കയറ്റം സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സാധ്യമാക്കി തരണം. പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് നന്ദി, അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ശബ്ദത്തിനായിട്ട്, ഞങ്ങളുടെ വാക്കുകൾക്കായിട്ട്, ഞങ്ങൾക്ക് നൽകിയ സാഹചര്യങ്ങൾക്കായിട്ട് എല്ലാറ്റിനും കർത്താവെ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഒന്നും ഞങ്ങളുടേതായിരുന്നില്ല, അങ്ങ് തന്നതാ കർത്താവ്. ഈ ശബ്ദം അങ്ങ് തന്നതാ, ഈ വചനം അങ്ങ് തന്നതാ കർത്താവെ. ഈ അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങ് നൽകി തന്നതാ. അടുത്തിരുപ്പാദങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഭയാൻ കുടുംബത്തെ അനുഗ്രഹിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവാത്മാവിൻ്റെ വർഷമുണ്ടാകണം. പരിശുദ്ധാത്മാവ് ചലിക്കുന്നത് അനുഭവിച്ചറിയുവാൻ സ്വർഗമിടയാക്കണം. വലിയ പ്രൈസ് റിപ്പോർട്ട്സ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് നൽകി തരുമാറാകണം. അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നല്ല നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആമേൻ, ഇന്ന് രാത്രിയിലും നമ്മുടെ ഇടയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഇന്നലെ രാത്രിയിൽ പ്രിയ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പ്രിയ പരിശുദ്ധാത്മാവ് ദൈവത്വത്തിൻ്റെ, അതായത്
ത്രിത്വത്തിലെ ദൈവമാണെന്നും, ത്രിത്വത്തിൽ അവൻ ദൈവമാണെന്നും അവനൊരു വ്യക്തിയാണെന്നുമൊക്കെ, അവനെ വ്യക്തി, ഒരു പേഴ്സൺഹുഡ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. കർത്താവിന് സ്തോത്രം. പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിച്ചത് അവന് ചിന്താശക്തിയും അവൻ സകലതും അറിയുന്നു, അവന് സകലതും ഉപദേശിക്കുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവന് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുണ്ട്, അവനെ ദുഃഖിപ്പിക്കുവാൻ സാധിക്കും. ആമേൻ. അവനെ നിന്ദിക്കുവാൻ സാധിക്കും. അങ്ങനെ അവനൊരു ശക്തി, അവനൊരു വെറും ശക്തിയല്ല, അല്ലെങ്കിൽ ഒരു സാധനമല്ല, അവനൊരു വ്യക്തിയാണെന്ന് നമ്മൾ പഠിച്ചു. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസത്തെ ആമേൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ആമേൻ സ്തോത്രം. അതിനകത്തൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ കേൾക്കാത്ത ആൾക്കാരെ, ആമേൻ സ്തോത്രം, കേൾക്കാത്ത പ്രിയപ്പെട്ടവർ, ആമേൻ ഇന്നലത്തെ മെസ്സേജ് കൂടി കേൾക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതൊരു ക്ലാസ്സാണ് പരിശുദ്ധ ആത്മാവിനെക്കുറിച്ചുള്ള. അപ്പോൾ പരിശുദ്ധ ആത്മാവിനെ കുറിച്ചുള്ള അവനൊരു വ്യക്തിയാണെന്നുള്ള, അവൻ യഥാർത്ഥമായിട്ടും ദൈവമാണെന്നും ആ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുകയാണെന്നും ഒക്കെയുള്ള വലിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ, ആമേൻ, അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അനന്യാസ് എന്നുള്ളൊരു പുരുഷനും അവൻ്റെ ഭാര്യയായിരിക്കുന്ന സഫീരയും കൂടി നിലം വിറ്റതും, ആമേൻ, ആ വിറ്റുകിട്ടിയ വിലയിൽ കുറേയെടുത്ത് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചതുമൊക്കെ പിന്നെ എന്തു സംഭവിച്ചു എന്നുമൊക്കെ ഒട്ടുമിക്കാൻ എല്ലാവർക്കും അറിയാം. കർത്താവിന് സ്തോത്രം. അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുകയാണ്, അപ്പോൾ പത്രോസ് പറഞ്ഞു, അനന്യാസെ, പരിശുദ്ധ ആത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? കർത്താവിന് സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആമേൻ, നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ പരിശുദ്ധാത്മാവുമായിട്ട് ഡീല് ചെയ്യുന്ന സാഹചര്യങ്ങളൊന്നും നമുക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, നിങ്ങൾ, ആമേൻ സ്തോത്രം, വ്യാജം കാണിക്കുവാൻ, നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വയ്ക്കുവാൻ സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, മനുഷ്യരോടല്ല, 4-ാമത്തെ വാക്യം, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പത്രോസ് എന്ന് പറയുന്ന എന്നോടല്ല നീ ഇത് ചെയ്തത്, പിന്നെയോ പരിശുദ്ധാത്മാവിനോടാ ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ, അനന്യാസ് ചോദിക്കുക, ഞാൻ പരിശുദ്ധാത്മാവിനെ കണ്ടില്ലല്ലോ, പരിശുദ്ധാത്മാവെ അങ്ങുമായിട്ട് ഞാൻ ഒന്നും ചെയ്തതായിട്ട് എനിക്കറിയത്തില്ലല്ലോ. നമുക്കെല്ലാവർക്കും ഉള്ള വിഷയമാണ്. കർത്താവിന് സ്തോത്രം. ഒരു ആമേൻ സഭായോഗത്തിന് വരുമ്പോൾ, ഒരു ആരാധന നടക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ആത്മാവിൻ്റെ പ്രവാഹം, ആത്മാവിൻ്റെ ആമേൻ നിറവ്, ആത്മസാന്നിധ്യം, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം എത്ര പേർക്കുണ്ട്? തിയോളജിക്കലി വി ആക്സെപ്റ്റ് ഇറ്റ്, ബട്ട് ഇൻ അവർ പ്രാക്ടിക്കൽ ലൈഫ്, കർത്താവിന് സ്തോത്രം, നമ്മുടെ പ്രായോഗിക ജീവിതത്തിനകത്ത് നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മളങ്ങനെ ചിന്തിക്കുമായിരുന്നുവെങ്കിൽ പലപ്പോഴും നമ്മുടെ ഭാഷ വ്യത്യാസമുള്ളതായേനെ. പ്രിയമുള്ളവരെ, പത്രോസിനോട് സംസാരിച്ച അനന്യാസിനോട് പത്രോസ് പറയുക, നീ സംസാരിച്ചത് പരിശുദ്ധാത്മാവിനോടാണ്. പത്രോസിനോട് കള്ളം പറഞ്ഞ അനന്യാസിനോട് പറയുക, നീ വ്യാജം പറഞ്ഞത്, 5-3, നീ വ്യാജം പറഞ്ഞത്
പരിശുദ്ധാത്മാവിനോടത്രേ. കർത്താവിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായമാണെന്ന് തോന്നുന്നു, 12:31 പറയുകയാണ്. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടാത്ത പാപമാണ് എന്ന് പറഞ്ഞാൽ, പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടുകയില്ല. 32 ആരെങ്കിലും മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യന് അറിയുമായിരുന്നില്ല താൻ പരിശുദ്ധാത്മാവിനോടാണ് പാപം ചെയ്തതെന്ന്. എന്തുകൊണ്ടാ അനന്യാസിന് അത് മനസ്സിലാകാതെ പോയത്? അനന്യാസിന് മനസ്സിലായില്ല, അല്ലെങ്കിൽ അനന്യാസ് കേട്ടിട്ടും അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയില്ല. ഈ കാണുന്ന പാസ്റ്റർമാരും ഈ കാണുന്ന ദൈവദാസന്മാരും ഈ കാണുന്ന ആമേൻ സഭയിലെ കൂട്ടു സഹോദരന്മാരുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ജീവിക്കുന്ന ദൈവമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു വാക്ക് നമ്മുടെ സഹോദരനോട് പറയുമ്പോൾ നമ്മൾ അറിയണം അവൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയുകയാണ്, അനന്യാസ് അതറിഞ്ഞില്ല, അനന്യാസിന് അത് മനസ്സിലായില്ല. അവൻ പരിശുദ്ധാത്മാവിനോടാണ് സംസാരിച്ചതെന്ന് അവന് മനസ്സിലായില്ല. അവൻ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുക, അവൻ സ്തോത്രം 3-ാം വാക്യത്തിനകത്ത് പത്രോസ് പറയുകയാണ്, ആമേൻ സ്തോത്രം, അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ. അപ്പം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ, നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചു. 4, അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലേ? ഇല്ലയോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശം അല്ലായിരുന്നുവോ? ഈ കാര്യത്തിന് നീ മനസ്സു വെച്ചതെന്ത്? മനുഷ്യരോടല്ല എന്ന് പറഞ്ഞാൽ നീ കണ്ടുകൊണ്ടിരിക്കുന്ന പത്രോസിനോടല്ല. നമ്മൾ കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയും കൂടെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ സഹോദരനോടല്ല, പിന്നെയോ പരിശുദ്ധാത്മാവോട്, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഭയം ഉണ്ടാവുമായിരിക്കും. കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ സഹോദരന്മാരെ, കൂട്ടു സഹോദരന്മാരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിനകത്ത് ആമേൻ ഒത്തിരി ഭാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. അറിഞ്ഞുകൂടാതെ, അറിവ് കൂടാതെ ചെയ്തതാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലേ? നിൻ്റെ സഹോദരനെക്കുറിച്ച് പറയുമ്പോൾ നീ മനസ്സിലാക്കണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ജീവിക്കുന്ന ജീവനുള്ള ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായിരിക്കുന്ന നമ്മുടെ കൂട്ടു സഹോദരനോട് നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര സൂക്ഷിക്കണം എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും,
അത് പത്രോസല്ലേ? പത്രോസ് എവിടെ ഇരിക്കുന്നു? നമ്മളെവിടെ ഇരിക്കുന്നു? അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെ അങ്ങനെ പറയുവാൻ സാധിക്കും, അതിനുള്ള പ്രാഗൽഭ്യമുണ്ട്. പക്ഷെ നമുക്ക് ആ പ്രാഗൽഭ്യമുണ്ടോ പാസ്റ്ററെ? നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞു എന്നൊക്കെ പറയുവാൻ നമുക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് പറയുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവിനോടാണ് പറഞ്ഞതെന്നൊക്കെ, ദൈവത്തോടാണ് നമ്മൾ ഡീൽ ചെയ്തതെന്നൊക്കെ നമുക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ, കർത്തൃസന്നിധിയിൽ, ആ തിരുസന്നിധിയിൽ പത്രോസും പൗലോസും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉപദേശിയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെന്നും ഒന്നുമില്ല. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ. ആമേൻ, ആമേൻ. നിങ്ങൾ വായിച്ചാട്ടെ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം. ആമേൻ. 25-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. 35. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ അതിഥി ആയിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിൽ ആയിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിക്കുവാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിക്കുവാൻ തരികയോ ചെയ്തു? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീതിമാന്മാർ ചോദിക്കുക, ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നോ എന്ന് ഉത്തരം പറയും. കർത്താവിന് സ്തോത്രം. നീതിമാന്മാർ ചോദിക്കുക, യേശുവേ, നിന്നെ ഞങ്ങൾ ഒരു നാളും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാ നീ നഗ്നനായിരുന്നപ്പോൾ ഞാൻ ഉടുപ്പിച്ചേ? നീ നീളമേറിയ ആ വെളുത്ത പ്രകാശം ഉടുത്ത് പ്രകാശം പോലെ ഉള്ള ആ വസ്ത്രം ധരിച്ച്, പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിച്ച്, ആമേൻ സ്തോത്രം, ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ഇടയിൽ വന്നതായിട്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എപ്പോൾ ഞാനിത് ചെയ്തു? എപ്പോഴാണ് ഞാൻ ചെയ്തേ? നിനക്ക് ഞാൻ എപ്പോഴാണ് ചെയ്തു തന്നേ? യേശുവേ, നിനക്ക് ഞാൻ എപ്പോഴാ ഭക്ഷിപ്പാൻ തന്നേ? നീ വന്ന ആമേൻ സ്തോത്രം സ്വപ്നത്തിലൊക്കെ ആമേൻ ഒരു പക്ഷേ വന്നിട്ടുണ്ടാകാം. അന്നൊന്നും ഞാൻ നിനക്ക് ഉടുക്കാൻ തന്നിട്ടില്ലല്ലോ, അന്നൊന്നും നിനക്ക് ഞാൻ കുടിക്കാൻ തന്നിട്ടില്ലല്ലോ, അന്നൊന്നും നീ രോഗിയാണെന്ന് പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ തന്നെ യേശുവേ, നീ എപ്പോഴാണ് രോഗിയായിട്ട് എൻ്റെ മുമ്പിൽ വന്നേ? എപ്പോൾ വന്നു? അതിന് ആമേൻ സ്തോത്രം. 40-ാമത്തെ വാക്യം. രാജാവ് അവരോട്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. കർത്താവിന് സ്തോത്രം. 40-ാമത്തെ വാക്യം പറയുക, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഞാൻ വെള്ളയുടുപ്പിട്ടല്ല നിൻ്റെ മുന്നിൽ വന്നേ, നീളമേറിയ പ്രകാശം ധരിച്ചുകൊണ്ടല്ല നിൻ്റെ മുന്നിൽ വന്നേ. പിന്നെയോ ആമേൻ, നീ അറിയുന്ന നിൻ്റെ സഹോദരനായിട്ടാ, നീ അറിയുന്ന നിൻ്റെ സഹോദരിയായിട്ടാ.
നീ ആ അറിയുന്ന സഹോദരന്, നീ അറിയുന്ന ആ സഹോദരിക്ക് നീ കൊടുത്തപ്പോൾ എനിക്കാ തന്നെ. അവൻ നിൻ്റെ കൂട്ടായ്മയിലുള്ള ആ ബ്രദറിനെ നീ സഹായിച്ചപ്പോൾ നീ എന്നെയാ സഹായിച്ച്. അവൻ ജയിലിലായിരുന്നപ്പോൾ നീ ചെന്ന് കണ്ടില്ലേ, എന്നെയാ വന്ന് കണ്ടേ. അവൻ തടവറയിലായിരുന്നപ്പോൾ അവൻ്റെ തടവിൽ, അവൻ തടവ്, അവൻ്റെ തകർച്ച, അവൻ്റെ കുരുക്ക് എന്നെയാ വന്ന് കണ്ടേ. ഞാൻ രോഗിയാണെന്ന് പറഞ്ഞത് നിൻ്റെ ആ ഇന്ന സഹോദരനെക്കുറിച്ചാണ്. അവൻ രോഗിയായിരുന്നപ്പോൾ നീ ചെന്ന് കണ്ടില്ലേ, എന്നെയാ കണ്ടേ. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ആമേൻ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. യേശുവേ, നീ നീളമേറിയ വെള്ളയുടുപ്പിട്ട് വന്നിരുന്ന് പ്രസംഗിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ കേൾക്കുമായിരുന്നു. നീ വെള്ളയുടുപ്പിട്ട്, ആമേൻ, സ്തോത്രം, ആമേൻ, നിൻ്റെ രൂപത്തിലും നിൻ്റെ ഭാവത്തിലും നീ പ്രത്യക്ഷപ്പെട്ട് നീ പണം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു. നിൻ്റെ രൂപത്തിൽ വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തരുമായിരുന്നു. നിന്നെ ഞാൻ ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. ആമേൻ, സ്തോത്രം. ദൈവപുത്രൻ പറയും, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യാതിരുന്നപ്പോൾ നീ എനിക്കു തന്നെയാ ചെയ്യാതിരുന്നത്. കർത്താവിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു വാക്യം 40 വായിക്കണം. കർത്താവിന് സ്തോത്രം. 40. Truly I say to you, to the extent that you did it to one of these brothers of mine. എൻ്റെ ഏറ്റവും ചെറിയ സഹോദരൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, എൻ്റെ ഈ സഹോദരന്മാർക്ക് ചെയ്യാതിരുന്നപ്പോൾ. One of these brother who was sick. കർത്താവിന് സ്തോത്രം. ആമേൻ. എൻ്റെ ഈ സഹോദരന്മാരിൽ you did it to the extent that you did it to one of these brothers of mine, even the least of them you did it to me. കർത്താവിന് സ്തോത്രം. എൻ്റെ ഈ സഹോദരന്മാർ, ആമേൻ, അതിനകത്തെ ഏറ്റവും ചെറിയതായ ഒരുവനായിരുന്നാൽ പോലും അവന് നീ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് ചെയ്യുകയും എനിക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുകയായിരുന്നു. കർത്താവിന് സ്തോത്രം. അനന്യാസ് ഈ സത്യം മനസ്സിലാക്കിയില്ല. ഇല്ലായിരുന്നെങ്കിൽ, അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ആമേൻ, പത്രോസിനോട് ഈ വഞ്ചന അവൻ പറയത്തില്ലായിരുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ആമേൻ. 5-ാമത്തെ വാക്യത്തിനകത്ത് 5-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തി 3-4 ഒന്നുകൂടി വായിക്കുക. പത്രോസ് പറഞ്ഞു, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ, നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? നമ്മുടെ ഹൃദയം സാത്താൻ കൈവശമാക്കിയിട്ടുണ്ടോ? പലയിടത്തും ചെയ്യേണ്ടിയ നന്മകൾ ചെയ്യുവാൻ സാധിക്കാത്തവനാണോ നീ? പലയിടത്തും ദൈവത്തെ മറച്ച് ദൈവമൊന്നും അറിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവനാണോ? 4-ാമത്തെ വാക്യം പറയുന്നു, അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശമല്ലായിരുന്നു? ഈ കാര്യത്തിന് നീ മനസ്സു വെച്ചതെന്ത്?
മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. അവനെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ആമേൻ, വലിയ പ്രകാശത്തോടെ അല്ലെങ്കിൽ നമ്മുടെ അകത്ത് കാണുന്ന ഒരു ദൈവത്തിൻ്റെ രൂപമുണ്ടല്ലോ, ആ രൂപത്തിൽ അവനെ നോക്കരുത്. അവനെ അന്വേഷിച്ചാൽ നീ ചെന്ന് കണ്ടെത്തുന്നത് നിന്റെ സഹോദരനെ ആയിരിക്കും. പത്രോസിനെ കണ്ട അനനിയാസിന് മനസ്സിലായില്ല. അവൻ he is dealing with the Holy Spirit. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോടുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന തെറ്റുകൾ ഈ ലോകത്തിലും വരാനുള്ളതിലും ക്ഷമിക്കുകയില്ല. എത്രമാത്രം പാപം ചെയ്തു പോയി എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ഈ ഉപവാസത്തിൻ്റെ 17ാമത്തെ ദിവസം യേശുവിനോട് ക്ഷമ ചോദിക്കാം. കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ചിട്ട് പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങനെ സന്നിധിയിലേക്ക് വരികയാണ്. ഒരു ജയജീവിതം നയിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹിക്കപ്പെട്ടൊരു ജയജീവിതം നയിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. നിത്യജീവനിൽ ലോഹരിക്കാരാകുവാൻ എൻ്റെ സഹോദരനിൽ നിന്നെ കാണുവാൻ, എൻ്റെ സഹോദരിയിൽ നിന്നെ കാണുവാൻ എനിക്ക് കൃപ നൽകണമേ അപ്പാ. കർത്താവേ, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ശക്തി, ഒരു പുത്തൻ ഉണർവ് നീ ഞങ്ങൾക്ക് ഈ ഉപവാസ നാളുകളിൽ നൽകി തരുമാറാകണമേ. ഒരു പുത്തൻ അഭിഷേകം, ഒരു ജയജീവിതത്തിനായിട്ടുള്ള പുത്തൻ അഭിഷേകം. കർത്താവേ, ഒരപ്പൻ മക്കളെ കൈപിടിച്ച് നടത്തുന്നത് പോലെ അപ്പാ, വീഴാതെ വണ്ണം നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. വീണ്ടെടുപ്പ് നാളിനായി ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ തന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന നല്ല കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിങ്കൽ ഞങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നവരാകരുത്. Do not grieve the Holy Spirit. You have been sealed with the Holy Spirit for the day of redemption. നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യ ലേഖനം 4:30 അങ്ങനെ പറയുന്നുവല്ലോ. കർത്താവേ, ഇന്ന് രാത്രി നീ ഞങ്ങൾക്ക് പുതിയ അഭിഷേകം നൽകണം, പുത്തൻ ഫലം നൽകണം. അനുഗ്രഹിച്ചാട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസങ്ങൾക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രാർത്ഥന വിട്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഓൺലൈൻ മീറ്റിംഗ്സ് ഉണ്ട്, പ്രെയറുണ്ട്. എല്ലാറ്റിലും ആമേൻ ആമേൻ ദൈവമക്കളോട് ചേർന്ന് ആമേൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് അതിനായിട്ട് സ്തോത്രവും മഹത്വവും കരയേറ്റുകയാണ്. കർത്താവ് ഇനിയും നമ്മെ കൂടുതലായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you.